Hello dear children, welcome to Kids Area Online. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാം നല്ലതുപോലെ എഴുതിയായിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം അല്ലേ? 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. മെസ്സേജ് അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 9746487799. 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. ഇംഗ്ലീഷ് എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിസൺ ആൻഡ് ആൻസർ ആണ്. യുവർ ടീച്ചർ ടോൾഡ് യുവർ സ്റ്റോറി, ഡിഡ് യു എൻജോയ് ദ സ്റ്റോറി എന്നൊക്കെ ചോദിക്കുകയാണ്. അതിൽ ടീച്ചർ സ്റ്റോറി പറയും. ആ സ്റ്റോറിയുടെ ആൻസർ ടിക്ക് മാർക്ക് ചെയ്ത് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് ഡാഷ് ചേസ് ദ ഗേൾ. ആ സ്റ്റോറിയിൽ ഗേളിനെ ചേസ് ചെയ്തത് ആരായിരുന്നു? ഡോഗ്സ് ആയിരുന്നു ലിറ്റിൽ ഗേളിനെ ചേസ് ചെയ്തത്. ഹു ടോട്ട് അലൻ ടു സ്വിം? അലനെ സ്വിം പഠിപ്പിച്ചത് ആരാണ്? ഫാദർ, അച്ഛനാണ് നീന്തൽ പഠിപ്പിച്ചത്. വാട്ട് ഡിഡ് അലൻസ് മദർ ഗിവ് ടു മേക്ക് ഹിം സ്ട്രോങ്? അലൻ സ്ട്രോങ് ആവാൻ വേണ്ടി അലന്റെ അമ്മ എന്താണ് അവന് നൽകിയിരുന്നത്? ഹെൽത്തി ഫുഡായിരുന്നു. ഹു സേവ് ദ ലിറ്റിൽ ഗേൾ ഫ്രം ദ റിവർ? ലിറ്റിൽ ഗേളിനെ റിവറിൽ നിന്ന് രക്ഷിച്ചത് ആരാണ്? അലനായിരുന്നു രക്ഷിച്ചിരുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ വരുന്നത് പീപ്പിൾ കോൾഡ് അലൻ. എന്താണ് ആൾക്കാർ അലനെ വിളിച്ചിരുന്നത്? ചാമ്പ്യൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ആൻഡ് റൈറ്റ് തന്നെയാണ്. സേവ് ട്രീസ്, സേവ് നേച്ചർ. ഇതൊരു പോസ്റ്ററാണ്. ഈ പോസ്റ്ററിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഒരു മനുഷ്യൻ, ഇവിടെ ഒരു ആൾ ഇരിപ്പുണ്ട്, മരത്തിന് താഴെ ഇരിപ്പുണ്ട്. അതിന് താഴെ ഇറ്റ് ഈസ് കൂൾ ഹിയർ, ലെറ്റ് മീ ടേക്ക് റെസ്റ്റ് അണ്ടർ ദിസ് ട്രീ. ഈ മരത്തിനടിയിൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികൾ മരത്തിന് താഴെ കളിക്കുന്നുണ്ട്. അവർ പറയാണ് കം ലെറ്റ്സ് പ്ലേ ഇൻ ദ ഷെയ്ഡ് ഓഫ് ദിസ് ട്രീ. ഈ മരത്തണലിൽ നമുക്ക് കളിക്കാം. ഇവിടെ ട്രീസ് ഹെൽപ്പ് ടു ബ്രിങ് റെയിൻ. ട്രീസ് എന്തിനു സഹായിക്കുന്നു? മഴ കിട്ടാൻ സഹായിക്കുന്നു. പ്ലാന്റ് ട്രീസ് ഫോർ ലൈഫ്. ജീവന് വേണ്ടിയിട്ട് മരം നടു. ജീവൻ എന്താണ്? മരം നട്ടാൽ ജീവൻ കിട്ടും. ആ ഒരു ഇതിലാണ്. ട്രീസ് ഗീവ് ഫ്രഷ് എയർ. ട്രീസ് എന്ത് തരുന്നു? ഫ്രഷ് എയർ തരുന്നു. അതുപോലെ ട്രീ ഗീവ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ഫോർ ലിവിങ് തിങ്സ്. ജീവനുള്ളവർക്ക് ഷെൽട്ടറും അഭയവും ഫുഡ് ആഹാരവും തരികയാണ്. അപ്പോൾ മരത്തിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ദിസ് പോസ്റ്റർ ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ്. ഈ പോസ്റ്റർ എന്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിന്റെ ആയിരുന്നു? ട്രീസ്, മരങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ട്രീസ് ആണ് എഴുതാനുണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർ ഇസ് ദ മാൻ ടേക്കിംഗ് റെസ്റ്റ്? എവിടെയാണ് ആ മനുഷ്യൻ റെസ്റ്റ് എടുക്കുന്നത്? അണ്ടർ ദ ട്രീ. മരത്തിന്റെ കീഴെയാണ് ആ മനുഷ്യൻ റെസ്റ്റ് എടുത്തിരുന്നത്. അതിൽ പറയുന്നുണ്ട്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ട്രീസ് ഗീവ് അസ് ഫ്രഷ്. മരം ഫ്രഷ് ആയിട്ടുള്ള എന്താണ് തരുന്നത്? ഇതാണ് ആൻസർ. എയർ ആയിരുന്നു ആൻസർ. അപ്പൊ ഇവിടെ എഴുതാനുള്ളത് എയർ ആയിരുന്നു. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ ഇൻ ദ ഡാഷ് ഓഫ് ദ ട്രീ. ഷെയ്ഡ്, തണലിലാണ്. തണലിൽ ഇരിക്കാനാണ് കുട്ടികൾക്ക്, തണലിൽ കളിക്കാനായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്രീസ് ഹെൽപ്പ് ടു ബ്രിങ്. ട്രീസ് എന്ത് നൽകുന്നു? റെയിൻ, മഴ നൽകാൻ സഹായിക്കുന്നു. റെയിൻ ആണ് ആൻസർ. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ എഴുതിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 3 വരുന്നത് സ്ക്രോളിംഗ് ന്യൂസ് തയ്യാറാക്കാനാണ്. ഇവിടെ ഒരു ഹോം സ്വീറ്റ് ഹോം എന്നൊരു നോക്കി ഒരു കാർഡ് ഉണ്ട്. ഇനോഗ്രേഷൻ ആൻഡ് കീ ഹാൻഡിംഗ് ഓവർ സെറമണിയാണ് ഓഫ് ദ ന്യൂ ഹൗസ് ബിൽറ്റ് ബൈ PTA on 23rd December 2024 Monday 3 PM at school auditorium. All are invited. Headmaster GLPS ചെമ്പ്ര. അപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസിൽ നിന്നും ഒരു ന്യൂസ് തയ്യാറാക്കുക. ന്യൂസ് എഴുതുമ്പോൾ എവിടെയാണ് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്ത ശേഷം എവിടെയാണ് നടന്നത്, എന്ത് നടന്നു, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി ഇവിടെ ഒരു റൈറ്റ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ജവഹർലാൽ നെഹ്റു യൂസിങ് ദ ഗിവൻ ഹിൻസ്. ഇവിടെ നൽകിയിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചിട്ട് പ്രൊഫൈൽ തയ്യാറാക്കുക. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൊഫൈൽ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ആക്ടിവിറ്റി 4. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 തോട്ട്സ് ആണ്. യുവർ മാജസ്റ്റി സപ്പർ ഈസ് റെഡി. ഓ മൈ ഓൾഡ് മാസ്റ്റർ. Ivan looked at the old servant in front of him. He could not believe his eyes. Write the thought of Ivan at the moment.
ആ മൊമെന്റിലുള്ള ഐവാന്റെ തോട്ട്, ചിന്തകൾ എന്തൊക്കെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതായിരുന്നു 5ാമത്തെ ക്വസ്റ്റ്യൻ. 6ാമത്തേത്, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദ മേജർ ഈവൻസ് ഓഫ് എ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഡിസ്ക്രൈബ് ദ ഈവൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. പിക്ചേഴ്സ് നോക്കിയിട്ട് സ്വന്തം സെന്റൻസിൽ എഴുതുക. ഈ സ്റ്റോറി അറിയാമല്ലോ, പ്രാവും ഉറുമ്പും. ഉറുമ്പ് വെള്ളത്തിൽ വീഴുന്നു, പ്രാവിനോട് ഹെൽപ്പ് ചോദിക്കുന്നു, പ്രാവ് ഇലയിട്ട് കൊടുക്കുന്നു, ഇലയിൽ കയറി ഉറുമ്പ് രക്ഷപ്പെടുന്നു, പ്രാവിനോട് താങ്ക് യു പറയുന്നു. അത് സ്വന്തം സെന്റൻസിൽ ഈ കഥ എഴുതുക. ഓക്കെ, അത് ഓരോരുത്തരും അവരവരുടെ ആശയത്തിനനുസരിച്ചായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ഇതായിരുന്നു 4ാം ക്ലാസ്സിലുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നല്ലോ? യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.